തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ എ കെ ഹഫീസ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവായ ഹഫീസ് നിലവിൽ INTUC ജില്ലാ പ്രസിഡന്റാണ്. 12 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. അരുൺ രാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന്. അരുൺ, അങ്ങനെ തിരുവനന്തപുരത്തിന് ശേഷം കൊല്ലത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പോകുന്നു കോൺഗ്രസ്. വിശദാംശങ്ങൾ. ഗൂഗിൾ തീർച്ചയായും തിരുവനന്തപുരത്തിന് ശേഷം കൊല്ലത്തും ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി എ കെ ഹഫീസിനെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ കോർ കമ്മിറ്റി ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 12 ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. മുൻ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് എ കെ ഹഫീസ്. നിലവിൽ INTUC ജില്ലാ പ്രസിഡന്റ് എ കെ ഹഫീസിനെ ഇന്ന് ചേർന്ന കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗമാണ് തെരഞ്ഞെടുത്തത്. മേയർ സ്ഥാനാർത്ഥിയായി എ കെ ഹഫീസിനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നത്. 56 ഡിവിഷനിലേക്കാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുക. പൂർണ്ണമായും UDF സംവിധാനത്തിൽ മത്സരിക്കും. വീടുകേറിയുള്ള പ്രചരണത്തിനടക്കം ശക്തമായ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.